തുടങ്ങാം. ഹലോ, ഓക്കെ. അപ്പം ഞാൻ ഇന്നലെ നിങ്ങളുടെ പനയന്നാർകാവിലും മുള്ളിക്കുളങ്ങരയിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്ന് അവിടെ എത്തി എഴുതിപ്പിച്ചു. ശേഷം അതിൻ്റെ ആൻസർ കീ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തന്നു. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങൾ എഴുതിയ ആൻസറും ആ ആൻസർ കീയും കൂടെ ഒന്ന് കമ്പയർ ചെയ്യാൻ പറഞ്ഞു. ഇപ്പം രാവിലത്തെ ഓൺലൈൻ ക്ലാസ്സിൽ അതിന് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞു. ഓക്കെ. കൃഷ്ണപ്രിയെ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തിൽ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് അല്ലേ, അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 1, ക്വസ്റ്റ്യൻ നമ്പർ 9. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത് 1 മെനി 1 ഓൺ ടു തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടതാണ്. എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ 1 എന്ന് പറയുന്നത്? എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ 1 എന്ന് പറയുന്നത്? ഡൊമൈനിലെ ഒരു ഒബ്ജക്റ്റിനെ എടുത്ത് അതിന് കോഡൊമൈനിൽ ഒരു ഡൊമൈനിലെ ഒരു എലമെന്റിന് കോഡൊമൈനിലെ ഒരൊറ്റ എലമെന്റുമായിട്ട് മാത്രമാണ് ഫംഗ്ഷൻ എങ്കിൽ അത്തരം ഫംഗ്ഷനുകളെ വിളിക്കുന്ന പേരാണ് 1 ഫംഗ്ഷൻ. എപ്പോഴാണ് അത് ഓൺ ടു എന്ന് പറയുന്നത്? കോഡൊമൈനുള്ള ഒരു എലമെന്റിന് ഡൊമൈനില് കോഡൊമൈനിൽ നമ്മൾ ഏതൊരു എലമെന്റിനെ എടുത്താലും അതിന് ഡൊമൈനിൽ ഒരു പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റേഞ്ച് ഈസ് ഈക്വൽ ടു കോഡൊമൈൻ ആകുമ്പോഴാണ് നമ്മൾ അതിനെ ഓൺ ടു എന്ന് വിളിക്കുന്നത്. ഇവിടെ ആ കൊടുത്തിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? 1 ആണോ? ഓൺ ടു ആണോ? അപ്പോൾ ഏതാണ് ആൻസർ? ഏതാ? ഓപ്ഷൻ എ, f is 1 on 2. ഒന്നാമത്തെ ഫസ്റ്റ് പാർട്ടിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? സമയം കളയുന്നത്, വേഗം വേഗം പറയണം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് ഡൗട്ട് ഉണ്ടോ? പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെ 1 ഓൺ ടു തെളിയിക്കാനുള്ളതാണ്. ക്ലാസ് പഠിപ്പിച്ചിട്ടുള്ള ചോദ്യം 1 ആണോ? 1 ആണോ? അല്ല സർ. അല്ല. ഓൺ ടു ആണോ? അല്ല സർ. അല്ല. അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്തിട്ട് പറയാം, സാർ എനിക്ക് ആ പ്രോബ്ലത്തിൽ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്യാം. പിന്നെ ഏതാണ് സമയേ? കൃഷ്ണപ്രിയ, ഹലോ. അടുത്ത റിലേഷണൽ ഫംഗ്ഷൻ അടുത്ത ചോദ്യം ഏതായിരുന്നു? 9ാമത്തെ ചോദ്യം. റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. കൊടുത്തിരിക്കുന്ന റിലേഷൻ റിഫ്ലക്സീവ് ആണോ? അല്ല സർ. അല്ല. സിമെട്രിക് ആണോ? ആണോ? സിമെട്രിക് ആണോ? ആണെന്നോ അല്ലെന്നോ? ഹലോ, ഹലോ. റിലേഷൻ സിമെട്രിക് ആണോ? ഹലോ, ആണോ? സിമെട്രിക് ആണോ? ആണ് സർ. ഓക്കേ. ട്രാൻസിറ്റീവ് ആണോ? അല്ല സർ. അല്ല. അപ്പോൾ ഇതിനകത്ത് ഏതാ ഓപ്ഷൻ? സിമെട്രിക് ആണോ? എൻ്റെ ബി. ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ അങ്ങനെ സാധാരണഗതിയിൽ എക്സാമിനേഷന് ചോദിക്കാറുള്ള ഒരു ചോദ്യമല്ല. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. അടുത്തത് റിലേഷണൽ ഫംഗ്ഷൻ. ഇതിന് ചോദ്യമുണ്ടോ? റിലേഷണൽ ഫംഗ്ഷനകത്ത് ഇതിന് ചോദ്യമുണ്ടോ? ഇല്ല സർ. സമൃദ്ധ, അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി അല്ലല്ലോ. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്കകത്തുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? 10ാമത്തെ ചോദ്യം അല്ലേ? പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാനുള്ളതും ഫൈൻഡ് ദ വാല്യൂ. ആ 10ാമത്തെ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ?
10ാമത്തെ സമയം കളയുന്നത് വേഗം വേഗം മറുപടി പറയാം. 10ാമത്തെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അഞ്ജനെ, അടുത്ത ചാപ്റ്റർ ഏതാണ്? മെട്രിക്സ് അല്ലേ? അതെ സാർ. ഓക്കെ, മെട്രിക്സ് നടത്തിയുള്ള ആദ്യത്തെ ചോദ്യം ഏതാണ്? രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ക്ലാസ്സിലെ നമ്മുടെ മെട്രിക്സിന്റെ ആദ്യത്തെ എക്സസൈസ് എന്നുള്ള ഒരു ചോദ്യമാണ്. ആ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? രണ്ടാമത്തെ ചോദ്യത്തിൽ ഇല്ല സാർ. പിന്നെ ഏതാണ് മെട്രിക്സ് എന്നുള്ള അടുത്ത ചോദ്യം? 11. മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ചോദ്യവും എക്സിന്റെയും വൈയുടെയും വില കണ്ടുപിടിക്കാനുള്ള ചോദ്യം. അതിനകത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. ഈ രണ്ട് ചോദ്യമായിരുന്നു മെട്രിക്സ് നടത്തിയിട്ടുണ്ടായിരുന്നേ. ആണോ? ഹരികൃഷ്ണ, അടുത്ത ചാപ്റ്റർ ഡിറ്റർമിനന്റ് ആണ്. ഡിറ്റർമിനന്റ് എന്നുള്ള ആദ്യത്തെ ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പുള്ളി സമയം നിങ്ങൾ മറുപടി ഉണ്ടെങ്കിൽ പറയൂ. മൂന്നാമത്തെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അടുത്ത ചോദ്യം ഏതാണ് ഹരികൃഷ്ണ? 11 മെട്രിക്സ് ആണ്. ഡിറ്റർമിനന്റ് എന്നുള്ള ചോദ്യം 12. 12ന്റെ 1ലും 2ലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 12ന്റെ 1, 2. അയ്യോ, അതൊരു ഡെഫിനിഷൻ അല്ലയോ? എ സ്ക്വയർ മെട്രിക്സ്, എ ഈസ് സിംഗുലർ. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എപ്പോഴാണ് നമ്മൾ സിംഗുലർ ആണെന്ന് പറയുന്നത്? അറിയണമെന്നില്ല. എപ്പോഴാണ് ഒരു മെട്രിക്സ് സിംഗുലർ മെട്രിക്സ് ആണ് എന്ന് പറയുന്നത്? എന്ത്? ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 വരുമ്പോൾ ആ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സിംഗുലർ മെട്രിക്സ്. വേറൊരു വാക്ക് പഠിച്ചിട്ടുണ്ടല്ലോ, നോൺ സിംഗുലർ. അതെപ്പോഴാ? നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോഴാണ് നോൺ സിംഗുലർ എന്ന് പറയുന്നത്. 12ന്റെ 2 ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 12ന്റെ 2 ഇല്ല. അപ്പോ ഡിറ്റർമിനന്റ് കഴിഞ്ഞു. അല്ല, ഡിറ്റർമിനന്റ് ഇനി ഒരു ചോദ്യം കൂടിയോ? 18ാമത്തെ ചോദ്യം, സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ബൈ മെട്രിക്സ് മെത്തേഡ്. അടയാളപ്പെടുത്തിയിട്ട് പഠിച്ചോണം. ഇന്നത്തെ പരീക്ഷയിലും ഉറപ്പായും അതിനകത്ത് ചോദ്യം ചോദിക്കും. 18ൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതിനെ വിളിച്ച നോട്ട്ബുക്കൊക്കെ നോക്കി ഡൗട്ട് മാറിയായിരുന്നോ? സമ്മതയ്ക്ക് ഡൗട്ട് മാറിയായിരുന്നോ? 18ൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്നത്തെ പരീക്ഷയിൽ ഉറപ്പായി ചോദിക്കുന്ന ചോദ്യമാണ് 18ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇല്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത പാഠം എന്ന് പറയുന്നത് 5ാമത്തെ ചാപ്റ്റർ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആദ്യ ചോദ്യം. അർജുൻ, അതിനു മുമ്പ് 4ാമത്തെ ചോദ്യം, ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദി സൈൻ ഫംഗ്ഷൻ. അത് ക്ലാസ്സിൽ പഠിപ്പിച്ച എക്സാമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ. 4ാമത്തെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മഹാഭൂരിപക്ഷം ആളുകൾ ഓൺലൈനിൽ വന്നിരുന്നേച്ച് ബാലൻസ് ഉള്ള ഉറക്കം അവിടെ ഒരു ഉറക്കമാണ്. ഓക്കെ, അടുത്ത ചോദ്യം ഏതായിരുന്നു അർജുനെ? കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള അടുത്ത ചോദ്യം 19ാമത്തെ ചോദ്യം. 19ാമത്തെ ചോദ്യത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ആണ്.
ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട് ചോദിച്ച അല്ല ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിൽ നിന്ന് ചോദിച്ച ആദ്യത്തെ ചോദ്യം ഏതായിരുന്നു അമൃതേ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അഞ്ചാമത്തെ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. അഞ്ചാമത്തെ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഇല്ല. അടുത്ത ചോദ്യം ഏതായിരുന്നു? 13. 13. ക്ലാസ് പഠിപ്പിച്ച ചോദ്യമല്ലേ 13? ആണ് സർ. ഓക്കെ, 13ാമത്തേതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 13ാമത്തെ ക്വസ്റ്റ്യനിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഇല്ല. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് പിന്നെ ചോദ്യം ഉണ്ടായിരുന്നോ? ഇല്ല സർ. ഇല്ല. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്റഗ്രൽസ് ആണ് അല്ലേ? ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട് ചോദിച്ച ആദ്യത്തെ ചോദ്യം ഏതായിരുന്നു അമാനെ? ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട് ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 20ാമത്തെ ചോദ്യമാണ്. 20ന്റെ 1 ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 20ന്റെ 1 ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്റെ പിള്ളേരെ നിങ്ങളോട് ചോദിക്കുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ അടുത്ത പരിപാടി ചെയ്യാം. ഇല്ല. 20ന്റെ 2 സർ. ഡൗട്ട് ഉണ്ടോ? സമർദ്ദ ഡൗട്ട് ഉണ്ടെന്നാ? ഡൗട്ട് ഇല്ല സർ. അല്ല സർ. 20ന്റെ 3 ഡൗട്ട് ഉണ്ട് സർ. ഉണ്ട് സർ. അത് ഞാൻ നിങ്ങളെ ഇതിനെ പഠിപ്പിക്കാത്ത ഒരു പോർഷനാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, എഴുതിക്കോളൂ. അത് നമ്മുടെ അടുത്ത ചാപ്റ്റർ ഉണ്ടല്ലേ, അടുത്ത ചാപ്റ്റർ അല്ല, ഈ ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഞാനൊക്കെ പഠിക്കുന്ന സമയത്തും പഠിപ്പിക്കാൻ തുടങ്ങിയ സമയത്തും 2 ചാപ്റ്ററുകളായിരുന്നു. ഒന്ന് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലും 2 ഡെഫിനിറ്റ് ഇന്റഗ്രലും. ഇതൊക്കെയാണ് പോർഷന്റെ പേര്. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ, ഡെഫിനിറ്റ്. ഈ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലിമിറ്റ് ഇല്ലാത്ത ഇന്റഗ്രേഷൻ പറയുന്ന പേരാണ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ. എന്തില്ലാത്ത ഇന്റഗ്രൽ? ലിമിറ്റ് ഇല്ലാത്ത. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈപ്പ്, അതായത് നമ്മുടെ ഇന്റഗ്രേഷൻ ബൈ പാർട്സും ഇന്റഗ്രേഷൻ ഓഫ് സം മോർ ഫംഗ്ഷനോട് പഠിച്ചു കഴിയുമ്പോൾ ഈ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ തീരും. പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് ലിമിറ്റ് ഉള്ള ഇന്റഗ്രലാണ്. അതിന് പറയുന്ന പേരാണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ. എന്താണ്? അതിനകത്തിലെ 3 സെക്ഷനാണുള്ളത്. 3ാമത്തെ സെക്ഷന്റെ പേര് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ. എന്താണ്? പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ. അപ്പൊ നിങ്ങൾ ആദ്യം ഒരു ഞാൻ എല്ലാവരും പഠിപ്പിക്കുന്നില്ല, ഇപ്പം ആ പ്രോബ്ലത്തിന് വേണ്ടുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു തരാം, എഴുതിക്കോ. ഇന്റഗ്രൽ 0 to a f of x dx equal integral 0 to a f of a minus x dx. The property integral 0 to a f of x dx is equal to integral 0 to a f of a minus x dx. ഇത് മിക്കവാറുള്ള എല്ലാ പബ്ലിക് എക്സാമിനേഷനും ഈ പ്രോപ്പർട്ടി വെച്ചുള്ള ഒരു പ്രോബ്ലം പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കാറ്. അപ്പൊ എന്താണ് അവൻ എഴുതിയിരിക്കുന്ന പ്രോപ്പർട്ടി എന്ന് വായിച്ചേ? Integral 0 to a f of x dx is equal to integral 0 to a f of a minus x dx. ഇത് എങ്ങനെ തിരിച്ചറിയാം? ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ക്വസ്റ്റ്യനകത്തിലെ ഈ പ്രോപ്പർട്ടി കാണുമ്പോൾ ഇതാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ട പ്രോപ്പർട്ടി എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഞാൻ ഇത്രയേ ഉള്ളൂ. ലോവർ ലിമിറ്റിൽ 0 ആയിരിക്കും. ലോവർ ലിമിറ്റിൽ 0, അപ്പർ ലിമിറ്റിലാണ് ഒരു നമ്പർ വരുന്നത്. പിന്നെ നോക്കിക്കേ, ഫംഗ്ഷൻ ആണ് f of x, നമ്മുടെ dx നോക്കുകയാണ്. ഇപ്പുറത്ത് നോക്കിക്കേ, പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റിൽ വല്ല മാറ്റമുണ്ടോ? ഇല്ല. ഫംഗ്ഷൻ വല്ല മാറ്റമുണ്ടോ? എഫ് തന്നെയായിട്ടല്ലേ എഴുതിയിരിക്കുന്നത്. പിന്നെ എന്തിനാ മാറ്റം വന്നേക്കുന്നേ? വേരിയബിൾ ക്വസ്റ്റ്യനിൽ എക്സ് ആയിരുന്നു എങ്കിൽ
പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്തായി മാറും? A minus. A മൈനസ് എക്സ് ആയിട്ട് മാറും. ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയി സർ. നമ്മൾ തുടങ്ങുകയാണ്. എൻ്റെ കൂടെ എഴുതി പോകണം. ഇത്തരം പ്രോബ്ലങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യം ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഐ എന്ന് വിളിക്കും. എഴുതുക. ലെറ്റ് I is equal to integral 0 to pi by 2 cos raised to 5x divided by sin raised to 5x plus cos raised to 5x dx. എഴുതിയോ? എഴുതി സർ. This is equal to integral 0 to pi by 2 f of x dx. ഇന്റഗ്രലിനും ഡി എക്സിനും ഇടയിൽ കിടന്നതിനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ടത്. ഏത് പ്രോപ്പർട്ടിയാ? ഇന്റഗ്രൽ 0 to a f of x dx is equal to ഇന്റഗ്രൽ 0 to a f of a minus x dx. അപ്പോൾ അടുത്ത എഴുതുക യൂസിംഗ് പ്രോപ്പർട്ടി. അത് നിങ്ങളുടെ പുസ്തകം അനുസരിച്ച് 4ാമത്തെ പ്രോപ്പർട്ടി ആണ് കേട്ടോ. യൂസിംഗ് പ്രോപ്പർട്ടി ഫോർ എഴുതിയോ? എഴുതി സർ. Again I is equal to integral 0 to pi by 2. നമ്മൾ പറയുന്നത് f of a minus x എന്നല്ലേ? ആണോ? ഇവിടുത്തെ a ആരാ? അപ്പൊ f of pi by 2 minus x dx. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ this is equal to integral 0 to pi by 2. ഈ f of pi by 2 minus x എങ്ങനെ കണ്ടുപിടിക്കും? ഒന്നുമില്ല, നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിനകത്തിലെ എക്സിന് പകരം എന്ത് കൊടുക്കുക? മൈനസ് എക്സ് എന്ന് കൊടുക്കുക. അപ്പൊ cos raised to 5 of pi by 2 minus x divided by sin raised to 5 of pi by 2 minus x plus cos raised to 5 of pi by 2 minus x dx. ബുദ്ധിമുട്ടുണ്ടെങ്കിലും അപ്പൊ this is equal to integral 0 to pi by 2. ഒന്ന് സൈഡിലോട്ട് മാറ്റി എഴുതുക. cos raised to 5 of pi by 2 minus x അല്ലേ ന്യൂമറേറ്റർ? എന്ന് പറഞ്ഞാൽ cos of pi by 2 minus x the whole raised to 5 എന്നല്ലേ അർത്ഥം? ആണോ? ഓക്കെ. cos pi by 2 minus x എന്താണെന്ന് നമ്മൾ +1 ൽ പഠിച്ചിട്ടുണ്ട്. cos pi by 2 minus x pi by 2 എന്ന് പറഞ്ഞാൽ 90. cos 90 minus x sin x. അപ്പൊ ഇതിന്റെ ഉത്തരം sin x the whole raised to 5. sin x the whole raised to 5 ആരാ? sin raised to 5x. അപ്പൊ ഈ ന്യൂമറേറ്ററിന് പകരം നമുക്ക് എന്തോ എഴുതാം? 5x ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലെ ഫസ്റ്റ് ടേം അവിടെ നിൽക്കട്ടെ പ്ലസ്. അപ്പോ ഈ സെക്കൻഡ് ടേമിന് പകരോ 5x. ഇതുണ്ടെങ്കിൽ ഇല്ല. പിന്നെ ഒരാളെ കണ്ടുപിടിക്കണം. എഴുതിയേ sin raised to 5 of pi by 2 minus x. ഇതിനെ എങ്ങനെ എഴുതാം?
sin pi by 2 minus x. Sin pi by 2 minus x the whole raised to 5. Sin pi by 2 minus x ആരാ? അപ്പൊ cos x the whole raised to 5. അപ്പൊ ആൻസർ Cos raised to 5. cos raised to 5x. അപ്പോ ഡിനോമിനേറ്ററിലെ ഫസ്റ്റ് ടേമിന് പകരം cos raised to 5x dx എന്ന് എഴുതാം. call it as equation number 2. ഇവിടം വരെ എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. ഓക്കെ, ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടെ ആഡ് ചെയ്യാൻ പോകും. ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 എഴുതിയോ? എങ്ങനെയാണ് രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഒന്നുമില്ല, LHS കൂട്ടി LHS ആയിട്ട് എഴുതുക, RHS കൂട്ടി എന്തായിട്ട് എഴുതുക? ഒന്നിന്റെ LHS എന്താണ്? I പ്ലസ് രണ്ടിന്റെ LHS I. അപ്പൊ I പ്ലസ് I is equal to ഒന്നിന്റെ RHS. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തുവാ? integral 0 to pi by 2 cos raised to 5x divided by sin raised to 5x plus cos raised to 5x dx അല്ലേ? രണ്ടിന്റെ RHS നമുക്ക് ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കിട്ടിയത് ഇന്റഗ്രൽ 0 to pi by 2 sin raised to 5x divided by cos raised to 5x plus sin raised to 5x dx. ഓക്കേ ആണോ? ഓക്കേ. I plus I 2i. അപ്പൊ 2i is equal to നോക്കിക്കേ, ഇതിന്റെ രണ്ടിന്റെയും ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ ഒന്ന് തന്നെ അല്ലേ? അപ്പൊ നമ്മള് ഇതിനെ ഒറ്റ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ ആക്കി എഴുതാൻ പോവാ. ഇന്റഗ്രൽ 0 to pi by 2 ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് cos raised to 5x divided by sin raised to 5x plus cos raised to 5x പ്ലസ് രണ്ടാമത്തെ sin raised to 5x divided by cos raised to 5x plus sin raised to 5x the whole into dx. Okay? Okay ആണോ? Okay. അപ്പോൾ 2i is equal to integral 0 to pi by 2. നോക്കിക്കേ, ഇത് രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യാനല്ലേ? ആണോ? അതിന്റെ ഡിനോമിനേറ്റർ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതിന്റെ ഡിനോമിനേറ്റർ സെയിം. അപ്പൊ നമ്മൾ ഒരേ ഡിനോമിനേറ്റർ ആക്കി എഴുതാം. sin raised to 5x plus cos raised to 5x എന്ന് ഡിനോമിനേറ്റർ. ഈ ന്യൂമറേറ്ററിലോ ഡിനോമിനേറ്റർ സെയിം ആണ്. എങ്ങനെ ആഡ് ചെയ്യുന്നത്? cos 5x plus cos raised to 5x plus sin raised to 5x the whole into dx. ആണോ? ആണോ? ആണോ പിള്ളേരെ? അപ്പൊ 2i is equal to integral 0 to pi by 2. ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ ആള് തന്നെ അല്ലേ? അപ്പൊ എന്ത് വരും? 1 dx ആണോ? അപ്പൊ 2i is equal to integral 1 dx ആരാ? x to the limit 0 to pi by 2. 2i is equal to ശിവസാറൊക്കെ നിങ്ങൾ ഒരുപാട് കണക്കിനകത്തിൽ ഇങ്ങനെ ലിമിറ്റ് വരുമ്പോ എങ്ങനെ അപ്ലൈ ചെയ്ത് പഠിപ്പിച്ചിട്ടുള്ളേ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇവിടുത്തെ അപ്പർ ലിമിറ്റ് ആരാ? pi by 2 മൈനസ് ലോവർ ലിമിറ്റ്
0. അപ്പോൾ 2i is equal to pi by 2 minus 0. Pi by 2. അപ്പോൾ i is equal to pi by 4. ആരാണ് ഈ i എന്ന് പറയുന്നത്? നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ എടുത്തെഴുതുക ഇന്റഗ്രൽ 0 to pi by 2 pi by 2 cos raised to 5x divided by sin raised to 5x plus cos raised to 5x dx is equal to എന്താണ് ആൻസർ? pi by 4. pi by 4. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും? ഇല്ല, അടയാളപ്പെടുത്തി പഠിച്ചോണം. ഈ പരീക്ഷയ്ക്ക് മാത്രമല്ല, നമ്മുടെ മോഡൽ പരീക്ഷയ്ക്കും പബ്ലിക് എക്സാമിനേഷനും ഒക്കെ ഈ പ്രോപ്പർട്ടി വെച്ചുള്ള പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വെക്കേഷൻ ടൈമിൽ ഈ പ്രോപ്പർട്ടിയും ഇതിന്റെ പ്രോബ്ലംസും കൂടുതലായിട്ട് പഠിക്കുന്നതായിരിക്കും. ഇവിടെ കിട്ടിയോ? മനസ്സിലായി സർ. ഓക്കെ, ശരി. അപ്പോ ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട് മറ്റ് ഏതെങ്കിലും ചോദ്യം ഇനിയുണ്ടല്ലോ? 14ന്റെ 1-നും 2-നും ഇല്ലേ? 14ന്റെ 1-നും 2-നും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. 14ന്റെ 1-നും 2-നും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. ഉണ്ട്. ഒന്നാമത്തേതും അർജുനെ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള സംഗതിയാണ്. അപ്പൊ ഞാൻ ആദ്യം ആ പ്രോപ്പർട്ടി ഒന്ന് പറയാം, നിങ്ങൾ എഴുതിയെടുക്കുക, എന്നിട്ട് നമുക്ക് ആ പ്രോബ്ലത്തിലേക്ക് വരാം. അപ്പൊ പ്രോപ്പർട്ടി പറയുന്നതിന് മുൻപ് മറ്റ് 2 കാര്യങ്ങൾ കൂടി നിങ്ങൾ പരിചയപ്പെടുത്തണം. പരിചയപ്പെടുത്തിയാലേ നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി മനസ്സിലാവുള്ളൂ. എഴുതിക്കോ. ആദ്യത്തെ വാക്ക് ഈവൻ ഫംഗ്ഷൻ. ഈവൻ ഫംഗ്ഷൻ, EVEN, ഈവൻ ഫംഗ്ഷൻ. ഓക്കെ, ബോർഡിലേക്ക് നോക്കിയിരിക്കാം. ഇങ്ങനൊരു വാക്ക് നിങ്ങൾ സ്കൂൾ പഠിച്ചിട്ടുണ്ടോ? ഈവൻ ഫംഗ്ഷൻ. ആൾക്കാരില്ല, പഠിച്ചിട്ടുണ്ടോ? വളരെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ ഈവൻ ഫംഗ്ഷൻ എന്നൊരു ടേം സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? ഇല്ല സർ. ഇത്രയേ ഉള്ളൂ. എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ എഫ് ഓഫ് എക്സ് ആയാൽ ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? എന്ത്? ഈവൻ ഫംഗ്ഷൻ. എഴുതിയെടുക്കുക. എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇതാണ് ഒരു ഫംഗ്ഷൻ ഈവൻ ആകാനുള്ള കണ്ടീഷൻ. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, ബോർഡിലേക്ക് നോക്കിയിരിക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ കോസ് എക്സ് ആണെന്ന് വിചാരിക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ഇത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണോ എന്ന് നമുക്ക് പരിശോധിക്കണം. എങ്ങനെ പരിശോധിക്കും? ഇത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണോ എന്ന് നമ്മൾ എങ്ങനെ പരിശോധിക്കും? ബോർഡിൽ എഴുതിയിട്ടുണ്ട് കണ്ടീഷൻ. ബോർഡിൽ കണ്ടീഷൻ എഴുതിയിട്ടുണ്ട്. എന്തോ കണ്ടീഷൻ എന്ന്? എഫ് ഓഫ് മൈനസ് എക്സ് കണ്ടുപിടിക്കുന്നു. അപ്പൊ കോസ് ഓഫ് മൈനസ് എക്സ്. ഈ കോസ് ഓഫ് മൈനസ് എക്സ് ആരാ? പ്ലസ് 1 പഠിച്ചതാ. കോസ് ഓഫ് മൈനസ് എക്സ് അല്ല, അത് കോസ് എക്സ് തന്നെയാണ്. കോസ് ഓഫ് മൈനസ് എക്സ് ആരാ? കോസ് എക്സ്. ഈ കോസ് എക്സിനെ അല്ലേ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് വിളിച്ചത്? ഒരു സെക്കൻഡ്. ഹലോ,
എനിക്ക് രാവിലെ പിന്നെ കെമിസ്ട്രിയുടെ പരീക്ഷ ഉച്ചയ്ക്ക്. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻ എന്തോ ആ ആ ആ ആ ശരി ശരി. ആ അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് എന്തിനോട് ഈക്വൽ ആണ്? എഫ് ഓഫ് മൈനസ് എക്സ് എന്തിനോട് ഈക്വൽ ആണ്? എഫ് ഓഫ് എക്സിനോട് ഈക്വൽ. അപ്പോൾ കോസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണ്? ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ പിടി കിട്ടിയോ? ആ ഓക്കെ. അടുത്ത ഫംഗ്ഷന്റെ പേരാണ് ഓഡ് ഫംഗ്ഷൻ. എന്താണ് എന്ത് ഫംഗ്ഷന്റെ പേര്? ആ ഓഡ് ഫംഗ്ഷൻ ഇത്രയേ ഉള്ളൂ. എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, ഒരു ഉദാഹരണം പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ സൈൻ എക്സ് ആണെന്ന് വിചാരിക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ അപ്പൊ ഇത് ഓടാണോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എഫ് ഓഫ് മൈനസ് എക്സ് കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് മൈനസ് എക്സ്. ഈ സൈൻ ഓഫ് മൈനസ് എക്സ് ആരാ? മൈനസ് സൈൻ എക്സ്. അപ്പൊ മൈനസ് അവിടെ നിൽക്കട്ടെ. മൈനസ് ഈ സൈൻ എക്സിനെ നമ്മൾ എന്ത് വിളിച്ചായിരുന്നു? അപ്പൊ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ എന്തായി മാറി? അപ്പൊ ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാ? അപ്പൊ ഒരു ഫംഗ്ഷൻ ഈവൻ ആണോ എന്നും ഓടാണോ എന്നും കണ്ടുപിടിക്കാൻ ഒറ്റ മതേടേ ഉള്ളൂ. ആരുടെ വില കണ്ടുപിടിക്കുക? അത് എഫ് ഓഫ് എക്സ് തന്നെയാണെങ്കിൽ ഈവൻ ഫംഗ്ഷനും മൈനസ് എഫ് ഓഫ് എക്സ് ആകുകയാണെങ്കിൽ ഓഡ് ഫംഗ്ഷൻ. ഇത്ര എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ ശരി. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ചോദ്യത്തില് അല്ല, ഇനി അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി. എന്താണ്? നോക്കാം. ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇത് എപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ എഫ് ഓഫ് എക്സ് ഒരു ഈവൻ ഫംഗ്ഷൻ ആകണം. എഫ് ഓഫ് എക്സ് എന്ത് ഫംഗ്ഷൻ ആകണം? എന്നാൽ ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സിന്റെ വില 0 വരും. എപ്പോഴാണെന്ന് ചോദിച്ചാൽ എഫ് ഓഫ് എക്സ് ഒരു ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ. എന്ത് ഫംഗ്ഷൻ ആകുമ്പോൾ? ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഈ രണ്ട് പ്രോപ്പർട്ടി, ഈ പ്രോപ്പർട്ടി കണ്ടാൽ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഒറ്റ നോട്ടം തിരിച്ചറിയാം ഈ പ്രോപ്പർട്ടി ആണെന്നുള്ള കാര്യം. ലോവർ ലിമിറ്റിലും അപ്പർ ലിമിറ്റിലും ഒരേ നമ്പർ തന്നെ ആയിരിക്കും വരുന്നത്. ഒരു ചെറിയ വ്യത്യാസം. എന്തോ വ്യത്യാസം? ലോവർ ലിമിറ്റിൽ നെഗറ്റീവും അപ്പർ ലിമിറ്റിൽ പോസിറ്റീവും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്തുവരും നമ്മുടെ ക്വസ്റ്റ്യൻ? ഇത്ര തുറക്കട്ടെ. ഇത് ഇത്ര എഴുതിയെടുത്തായിരുന്നോ? ഓക്കെ. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടുത്തെ? നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്റഗ്രൽ മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2 സൈൻ റൈസ് ടു 7x dx. അതല്ലേ ക്വസ്റ്റ്യൻ? അപ്പോ ഇപ്പൊ ഞാൻ ബോർഡിൽ ലാസ്റ്റിൽ എഴുതിയിട്ടേക്കുന്ന രണ്ട് പ്രോപ്പർട്ടിയിൽ ഏതെങ്കിലും ഒന്നായിരിക്കുമല്ലോ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ മനസ്സിലായി? ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഒരേ നമ്പർ തന്നെയാണ്. വ്യത്യാസം എന്തിൽ മാത്രം? ഇതിൽ ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം എന്നറിയണമെങ്കിൽ ആദ്യം ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഫംഗ്ഷൻ മാത്രം എടുത്ത് എഴുതുക. എഫ് ഓഫ് എക്സ് ഈക്വൽ സൈൻ റൈസ് ടു 7x എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു 7 എന്നല്ലേ അർത്ഥം?
ഇതിനി ഈവൻ ആണോ ഓഡാണോ എന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കുന്നത്? എഫ് ഓഫ് മൈനസ് എക്സ് കണ്ടുപിടിക്കണം. എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് മൈനസ് എക്സ് ദ ഹോൾ റൈസ് ടു 7. ശരിയാണോ? സൈൻ ഓഫ് മൈനസ് എക്സ് ആരാ? മൈനസ് സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു 7. നെഗറ്റീവ് നമ്പറിന്റെ പവറായിട്ട് വന്നിരിക്കുന്ന നമ്പർ ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ആണെങ്കിൽ ചിഹ്നം എന്ത് വരും? നെഗറ്റീവ്. സൈൻ എക്സ് റൈസ് ടു 7 എന്ന് പറഞ്ഞാൽ അത് സൈൻ റൈസ് ടു 7x ആണ്. മൈനസ് അവിടെ നിൽക്കട്ടെ. ഈ സൈൻ റൈസ് ടു 7x നെ അല്ലേ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് വിളിച്ചത്? ആണോ? അപ്പോ ഈ എഫ് ഓഫ് എക്സ് എന്ത് ഫംഗ്ഷനാ? ഓഡ് ഫംഗ്ഷൻ. which implies f of x is an odd function of x. odd function ആണെങ്കിൽ ഉത്തരം എന്ത് വരും? 0. അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ അവിടെ എഴുതുക is equal to ഇനി ഇതിന് പകരം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തരുന്ന ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിലോ? ഈവൻ ഫംഗ്ഷൻ ആണെങ്കിലോ നിങ്ങൾ ഇതിനെ എങ്ങനെ എഴുതും? 2 into integral ലോവർ ലിമിറ്റ് 0 ആക്കണം. 0 to pi by 2 എന്ന് എഴുതി ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. കിട്ടിയോ? ഇപ്പോൾ ഡൗട്ട് മാറിയോ? ഓക്കെ. ഇനി ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട ചോദ്യം ഏതായിരുന്നു? ഇനി ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട ചോദ്യം ഏതായിരുന്നു? എനിക്കില്ല. എന്തോ? അതിന്റെ ബി പാർട്ട്. ആ ബി പാർട്ടിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ട്. എഴുതിക്കോളൂ. ആ ബി പാർട്ടിൽ ഒരു ഇന്റഗ്രലും അതിനുശേഷം രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റുമായിട്ടല്ലേ കിടക്കുന്നേ? ഓക്കെ. അപ്പൊ ഇന്നത്തെ പരീക്ഷയിൽ ഏതാണ്ട് 95% ഉറപ്പുള്ള ചോദ്യമാണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. എന്താണ്? എഴുതിക്കോളൂ. ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. എഴുതിയോ? നമ്മള് ഡിഫറൻസിയേഷൻ ഒരു പ്രോഡക്റ്റ് റൂൾ പഠിച്ചിട്ടില്ലേ? അതിന് തത്തുല്യമായിട്ട് ഇന്റഗ്രേഷനിൽ വരുന്ന പ്രോഡക്റ്റ് റൂളിന് പറയുന്ന പേരാണ് എന്ത്? അപ്പൊ ഞാൻ പറയാം, നിങ്ങളുടെ സെന്റൻസിൽ എഴുതുക. ഇന്റഗ്രൽ ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് integral of the product of two functions. അത്ര എഴുതിയോ? is equal to, അത് ചിഹ്നം ഇട്ടാൽ മതി. is equal to പറയട്ടെ ബാക്കി. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു മീൻസ് ഗുണന ചിഹ്നം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു derivative of integral of first function into integral of second function. First function into integral of second function. Minus integral of എഴുതിയോ? അതിനുശേഷം ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി പറയുന്നത് മൊത്തത്തിൽ ബ്രാക്കറ്റ് അല്ല, ഇന്റഗ്രൽ ഓഫിന് ശേഷം. എഴുതിയോ?
ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എഴുതിയോ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പൊ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന അത്രയും പേർക്കൂടെ ബാധകമാണ് മൈനസിന് ശേഷം കിടക്കുന്ന ഇന്റഗ്രൽ. നൈഷാനെ ഇപ്പൊ ഇതിന്റെ സ്റ്റെപ്പ് ഒന്ന് വായിച്ചേ. Integral of product of two function equal first function into integral of second function minus integral of bracket derivative of first function into integral of second function. അതെല്ലാവർക്കും ക്ലിയർ ആയോ? ഇനി പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചേക്കണം. ഈ ഡിഫറൻസിയേഷനിലെ പ്രോഡക്റ്റ് റൂളിൽ ഉദാഹരണത്തിന് ഇപ്പൊ എക്സ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. ആരുടെയാണ്? കൃഷ്ണപ്രിയ എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷനായും സൈൻ എക്സിനെ സെക്കൻഡ് ഫംഗ്ഷനായിട്ടും എടുത്തു എന്ന് വിചാരിക്കാം. അതേ സമയത്ത് നമ്മുടെ സമൃദ്ധ സൈൻ എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും എക്സിനെ സെക്കൻഡ് ഫംഗ്ഷനായിട്ടും എടുത്തു എന്ന് വിചാരിക്കാം. ഉത്തരത്തിന് വല്ല കുഴപ്പമുണ്ടാവുമോ? ഉത്തരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ? അതായത് ഓർഡർ മാറിയാലും ഡിഫറൻസിയേഷനിൽ കുഴപ്പം വല്ലതും ഉണ്ടാകുമോ? ഇല്ല. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനും സെലക്ട് ചെയ്യാൻ ഒരു റൂളുണ്ട്. സ്കൂളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ILATE ഇലേറ്റേ റൂൾ പഠിപ്പിച്ചായിരുന്നോ? പഠിപ്പിച്ചോ? അനക്കില്ല. എഴുതിയിടുക. ILATE ഇലേറ്റേ റൂൾ എഴുതിയോ? എഴുതിയോ? ഓക്കെ. ഇത് ഓരോ വാക്കുകളുടെ ഫസ്റ്റ് ലെറ്റർ അപ്പൊ താഴോട്ട് എഴുതണം. ഐ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്. എന്താണ് ഇൻവേഴ്സ്? എൽ എന്ന് പറഞ്ഞാൽ ഈ ഇൻവേഴ്സ് ഉദ്ദേശിക്കുന്നത് എന്തോ? ഇൻവേഴ്സ് ഉദ്ദേശിക്കുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. എന്താണ്? ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. ഓക്കെ. അടുത്തത് എൽ. എന്തുവാ? ലോഗരിതം. എന്താണ് ലോഗരിതം? എ ഓൾജിബ്ര. ടി എന്താണ്? ടി എന്തുമായിരിക്കും? ട്രിഗണോമെട്രി. ഈ എന്താണ്? എക്സ്പോണൻഷ്യൽ. എന്താണ്? ഈ റേസ് ടു ഫോമിൽ വരുന്നതിന് പറയുന്ന പേരാണ് എക്സ്പോണൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ ഐ ഇൻവേഴ്സ്, എൽ ലോഗരിതം, എ ഓൾജിബ്ര, ടി ട്രിഗണോമെട്രി, ഇ എക്സ്പോണൻഷ്യൽ. കിട്ടിയോ? എന്ന് പറഞ്ഞാൽ ഈ ഓർഡറിൽ വേണം നമ്മള് ഫസ്റ്റ് ഫംഗ്ഷനെയും സെക്കൻഡ് ഫംഗ്ഷനെയും എന്ത് ചെയ്യാൻ? അല്ല, സെലക്ട് ചെയ്യാൻ. അപ്പൊ ദേവികെ ഐലേറ്റേ റൂളിനകത്തിലെ ഓരോരുത്തരും എന്തിനെ സൂചിപ്പിക്കുന്നു പറഞ്ഞു? ദേവിക ആര്യാദീപു എന്ന് പറഞ്ഞേ. I ഇൻവേഴ്സ്, L ലോഗരിതം, A ഓൾജിബ്ര, T ട്രിഗണോമെട്രി, E എക്സ്പോണൻഷ്യൽ. ഓക്കേ. ഇനി നമ്മുടെ ചോദ്യം എന്താണ് ഗ്രീഷ്മേ? എന്താണ് നമ്മുടെ ചോദ്യം? ഇന്റഗ്രൽ x cos x dx. ഓക്കേ. ആദ്യം ഫസ്റ്റ് സെക്കൻഡ് കണ്ടുപിടിക്കണം. ഇൻവേഴ്സ് ഉണ്ടോ ഇവിടെ?
അതായത് ഇതിനകത്ത് ഏതെങ്കിലും ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഉണ്ടോ? ഇല്ല. ലോഗരിതം ഉണ്ടോ? ഇല്ല. ഓൾജിബ്ര ഉണ്ടോ? ഉണ്ടോ? ഓൾജിബ്രയാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോ എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ ഓൾജിബ്ര. ട്രിഗണോമെട്രി ഉണ്ടോ? ഉണ്ട്. ആര് സെക്കൻഡ് ഫംഗ്ഷൻ? ഫസ്റ്റ് സെക്കൻഡ് കണ്ടുപിടിക്കുന്നത് മനസ്സിലായി എല്ലാവർക്കും? മനസ്സിലായി സർ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാ. പറഞ്ഞാൽ ഉള്ളതുവാ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഇപ്പൊ എഴുതി വെച്ചേക്കോ, ബുക്കിൽ എഴുതി കിടപ്പുണ്ട്. ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇന്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് Derivative of the first. derivative of the first d by dx of x Into integral of second. into integral of second the whole into dx. Okay ആണോ? Okay. അപ്പോ x into what is integral cos x dx? cos x Minus sin x. cos x ന്റെ ഇന്റഗ്രൽ അല്ലേ കിട്ടിയത്? വെറും sin cos x ന്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് sin x. cos x ന്റെ ഇന്റഗ്രൽ Sin x. sin x. അപ്പൊ x sin x മൈനസ് ഇന്റഗ്രൽ ഓഫ് d by dx of x ആരാ? x ന്റെ ഡെറിവേറ്റീവ് 1 into integral cos x dx Sin x. sin x dx equal x sin x minus integral 1 into sin x ആരാ? sin x. അപ്പോൾ x sin x minus integral sin x minus cos x plus c. അപ്പൊ ഈക്വൽ എക്സ് സൈൻ എക്സ് ഇത് രണ്ടും കൂടെ ചേരുമ്പോ പ്ലസ് ആകും. പ്ലസ് കോസ് എക്സ് പ്ലസ് സി. കിട്ടിയോ? അപ്പോ ഇതൊന്ന് നോക്കിക്കൊണ്ട് പോകണം. ഇന്നത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു സംഗതിയാണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്നുള്ളത്. ഇനി ഇന്റഗ്രേഷനകത്ത് ചോദ്യമുണ്ടോ? ഇനി ഇന്റഗ്രേഷനകത്ത് ചോദ്യമുണ്ടോ? ഇല്ല. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് ആണ്. അതിനകത്ത് ചോദ്യമുണ്ടോ? ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് ചോദ്യമുണ്ടോ? ഇല്ല സർ. 15ാമത്തെ ചോദ്യം ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്നുള്ള ചോദ്യമാണ്. സർ 15ൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ട്. നോക്കാം. എന്താണ് 15ാമത്തെ ചോദ്യം? എന്താണ് 15ാമത്തെ ചോദ്യം? നമുക്ക് വെക്കേഷൻ ക്ലാസ്സിൽ ഒറ്റ ക്ലാസ് കൊണ്ട് പഠിക്കാവുന്ന ചെറിയ ചാപ്റ്റർ ആണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രൽസ്. അവിടെ നമുക്ക് ഏരിയയാണ് കണ്ടുപിടിക്കുന്നത്. ഏരിയ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു കർവ് തന്നിട്ടുണ്ട്. ഏതാണ് കർവ്? y square is equal to x. അപ്പൊ ഈ y square is equal to x എന്ന് പറയുന്ന കർവിന്റെ ഷേപ്പ് എങ്ങനെ വരും? പരാബോള. എന്ത് ഷേപ്പിലിരിക്കും? പരാബോള. അപ്പൊ ആ പരാബോള നമ്മൾ 4 പരാബോള പഠിച്ചിട്ടുണ്ട് പ്ലസ് 1ൽ. അതിൽ ഏത് പരാബോളയായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുള്ളതിലെ ഏത് പരാബോളയുടെ ഇക്വേഷൻ ആണ് y square equal x എന്ന് പറയുന്നത്? കണ്ടുപിടിക്കാനുള്ള മാർഗമൊക്കെ ഞാൻ പ്ലസ് 1 പഠിച്ചു തന്നിട്ടുണ്ട്. പരാബോളയുടെ ഇക്വേഷനകത്ത് 2 വേരിയബിളുകളാണ്, ഒരു എക്സും ഒരു വൈയും.
അതിൽ ഏത് വേരിയബിളിന്റെ ഡിഗ്രിയാണോ 1 ആയിട്ട് വരുന്നത് ആ ആക്സിസിന് സിമെട്രിക്കൽ ആയിരിക്കും പരാബോള. ഇവിടെ ഏത് ആക്സിസിന് സിമെട്രിക്കൽ ആയിരിക്കും പരാബോള? ഇവിടെ ആരുടെ ഡിഗ്രിയാ 1 ആയിട്ടുള്ളത്? എക്സിന്റെ ഡിഗ്രിയാണ് 1 ആയിട്ടുള്ളത്. പരാബോള ഏത് ആക്സിസിന് സിമെട്രിക്കൽ ആയിരിക്കും? അല്ലാതെ രണ്ട് വേറെ കാര്യം പറയുന്നുണ്ട്. എക്സ് ഈക്വൽ 1, എക്സ് ഈക്വൽ 4 ഇവരൊക്കെ ആരാ? എക്സ് ഈക്വൽ 1, എക്സ് ഈക്വൽ 4 എന്ന് പറയുന്നവരൊക്കെ ആരാണ്? ഇല്ല. എക്സ് ആക്സിസിലെ 1ലൂടെ വൈക്ക് പാരലലായി വരയ്ക്കുന്ന ലൈനിന്റെ ഇക്വേഷൻ ആണ് എന്ത്? 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 1. അപ്പൊ x ഈക്വൽ 4 എന്ന് പറഞ്ഞാലോ? എക്സ് ആക്സിസിലെ 4ലൂടെ ശരിയാ പറഞ്ഞേ വൈക്ക് പാരലലായി വരയ്ക്കുന്ന ലൈനിന്റെ ഇക്വേഷൻ ആണ് എന്ത്? x equal 4. ഇനി അടുത്തൊരാളുണ്ടല്ലോ, ആൻഡ് ദ എക്സ് ആക്സിസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇത്രയും പേരുടെ ചേർന്ന് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഉണ്ടാക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഞാൻ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന പ്രശ്നമുള്ളവരെ. അപ്പൊ ഈ പടം ഒന്ന് അവളോട് വരച്ചിടുക റഫായിട്ട്. ഈ പടം ഒന്ന് റഫായിട്ട് വരച്ചിടുക. പടം വരച്ചോ? ഓക്കെ. അപ്പൊ എഴുതുക റിക്വയർഡ് ഏരിയ ഈക്വൽ ഇന്റഗ്രൽ a to b f of x dx. ഇന്റഗ്രൽ a to b f of x dx ഈക്വൽ ഇന്റഗ്രൽ a to b f of x ന് പകരം നമുക്ക് y എന്ന് കൊടുക്കാം. f of x ന് പകരം y എന്ന് കൊടുക്കാം. This is equal to a to b എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രാഫ് എവിടെ മുതൽ എവിടം വരെയാണ്? എവിടെ മുതൽ എവിടം വരെയാണ്? 1 തൊട്ട് 4 വരെ. അപ്പൊ ഇന്റഗ്രൽ 1 to 4. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ y സ്ക്വയർ ഈക്വൽ x എന്നല്ലേ? അപ്പോൾ ഇവിടുന്ന് y യുടെ വില എന്തോ കിട്ടും? അപ്പൊ yക്ക് പകരം √x dx. എഴുതുന്നുണ്ടോ? ബാക്കി പറഞ്ഞാട്ടെ. ഈക്വൽ ഇന്റഗ്രൽ 1 to 4 √x നെ നമ്മൾ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? x raised to 1/2 dx. x raised to 1/2 ന്റെ ഇന്റഗ്രൽ എന്ത് വരും? x raised to 3/2 by 3/2 to the limit 1 to 4. ഈ ഡിവൈഡഡ് ബൈ 3/2 അടുത്ത സ്റ്റെപ്പിൽ എന്തായിട്ട് മാറും? 2/3 into x raised to 3/2 to the limit 1 to 4 ആണോ? അപ്പോ 2/3 into ആദ്യ അപ്പർ ലിമിറ്റ് പിന്നെ ലോവർ ലിമിറ്റ് പറഞ്ഞാട്ടെ. 4 raised to 3/2 minus 1 raised to 3/2 ആണോ? ഈക്വൽ 2/3 into ഈ 4 raised to 3/2 നിങ്ങൾ ഒന്ന് സൈഡിലോട്ട് മാറ്റി എഴുതുക. 4 raised to 3/2 എന്ന് പറഞ്ഞാൽ 4 raised to 1/2 the whole cube എന്നാണ് അർത്ഥം. ആണോ? ഈ 4 raised to 1/2 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? √4. അപ്പൊ √4 the whole cube. √4 ആരാ?
2 cube equal എത്ര വരും 8. അപ്പോൾ 4/3/2 ന് പകരം 8 എന്ന് കൊടുക്കാം. മൈനസ് 1/3/2 ന് പകരമോ 1 ഇൻക്വാണ്ടിറ്റി ഉത്തരം 1. അപ്പൊ 2/3 into 8 minus 1 7. അപ്പൊ ആൻസർ 14/3 സ്ക്വയർ. ഒരു ചെറിയ ടോപ്പിക്കാണ്, നമുക്ക് ഒറ്റ ദിവസത്തെ ക്ലാസ് കൊണ്ട് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കുള്ളൂ കേട്ടോ. ഓക്കെ, 15ാമത്തെ പ്രോബ്ലത്തിന്റെ ഡൗട്ട് മാറിയോ? ഓക്കെ, അപ്പോ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവിനകത്ത് ഒരു ചോദ്യമേ ചോദിക്കത്തുള്ളൂ. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ഏതാ ചോദ്യമുള്ളത്? ആറാമത്തെ ചോദ്യം. നോക്കട്ടെ, എന്താണ് ആറാമത്തെ ചോദ്യം? ആറാമത്തെ ചോദ്യത്തിൽ ആർക്കെല്ലാം ഡൗട്ട് ഉണ്ടോ? ആറാമത്തെ ചോദ്യത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ട്, എഴുതിക്കോളൂ. ഈ ആറാമത്തെ ചോദ്യം ഡിഫറൻഷ്യൽ ഇക്വേഷനകത്തിൽ നമുക്ക് 3 പേരുടെ സോൾവിംഗ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നിന്റെ പേര് വേരിയബിൾ സെപ്പറബിൾ, രണ്ടാമത്തെ പേര് ഹോമോജീനിയസ്, മൂന്നാമത്തേത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളെ സ്കൂളിൽ പഠിച്ചായിരുന്നോ? പഠിച്ചു. ഇതൊക്കെയാണ്. ഒന്ന് വേരിയബിൾ സെപ്പറബിൾ, രണ്ടാമത്തേത് ഹോമോജീനിയസ്, മൂന്നാമത്തേത് ലീനിയർ. അപ്പോൾ എഴുതിക്കോളൂ ഹെഡിങ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എഴുതിയോ? ഓക്കെ, നോക്കാം. അപ്പോൾ എന്താണ് ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോം എന്ന് ചോദിച്ചാൽ എഴുതുക. ഫോം dy/dx പ്ലസ് py ഈസ് ഈക്വൽ ടു q എന്നുള്ളതാണ് എന്തിന്റെ ഫോം? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോം dy/dx പ്ലസ് py ഈസ് ഈക്വൽ ടു q. ഓക്കെ, ഫോം കിട്ടിയ എല്ലാവർക്കും? ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇന്റഗ്രേഷൻ ചെയ്യാൻ വന്നാൽ, അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വന്നാൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത് അങ്ങോട്ട് എടുത്ത് എഴുതുക. ഇതിനകത്ത് നിന്ന് നിങ്ങൾ 2 പേരുടെ വില എഴുതണം. ആരൊക്കെയാ 2 പേര്? ആരാ ഈ p q എന്ന് പറയുന്നത്? y-യുടെ കോഎഫിഷ്യന്റ് ആണ് p. റൈറ്റ് ഹാൻഡ് സൈഡിനെ വിളിക്കുന്ന പേരാണെന്ത്? q. അടുത്തത് ഇന്റഗ്രൽ pdx കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? അടുത്തത് e⁻ഇന്റഗ്രൽ pdx കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കട്ടെ. ഇതിനൊരു പേരുണ്ട്, ഇതിന്റെ നേരെ എഴുതിയിടുക ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഈ ചോദ്യത്തിന്റെ കൂട്ടത്തിൽ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇതിന്റെ എന്ത് കണ്ടുപിടിക്കാൻ? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഓക്കെ ആണോ? ഇനി സൊല്യൂഷൻ ഈസ് y⁻ഇന്റഗ്രൽ pdx is equal to ഇന്റഗ്രൽ q⁻ഇന്റഗ്രൽ pdx dx plus c. സൊല്യൂഷൻ ഈസ് പഠിച്ചു വെച്ചോണം. ഇതറിഞ്ഞാൽ മാത്രമേ നമുക്ക് സൊല്യൂഷൻ എഴുതാൻ പറ്റത്തുള്ളൂ. y⁻ഇന്റഗ്രൽ pdx is equal to ഇന്റഗ്രൽ q⁻ഇന്റഗ്രൽ pdx dx plus c. എഴുതിയോ? ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആയോ? അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഫംഗ്ഷനിലോട്ട്, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? dy/dx പ്ലസ് y/x is equal to x square. ഓക്കെ, അപ്പോൾ നമ്മൾ
ആദ്യം അങ്ങോട്ട് തരി. ഇനി ഇവിടെ നമ്മൾ ആരുടെയൊക്കെ വില എഴുതണം? ആ ഇവിടെ പി എന്ന് പറഞ്ഞാൽ വൈയുടെ കൂടെ വരുന്ന ആളിനെയാണ് നമ്മൾ പി എന്ന് വിളിക്കുന്നത്. പി എത്ര? 1/x. റൈറ്റ് ഹാൻഡ് സൈഡിനെയാണ് ക്യൂ എന്ന് വിളിക്കുന്നത്. ക്യൂ ആരാ? x². ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. ഇനി എന്തുകൊണ്ട് വിളിക്കണ്ടേ? dx ഈക്വൽ ഇന്റഗ്രൽ 1/x dx. ആരാണ് ഇന്റഗ്രൽ 1/x dx? ലോഗ് മോഡുലസ് എക്സ്. ലോഗ് തൽക്കാലം എക്സ് എഴുതുക, ലോഗ് എക്സ്. ഓക്കെ, അടുത്ത എന്താണ് വിളിക്കണ്ടേ? pdx എന്ന് പറയുമ്പോൾ e റൈസ് ടു log x. e റൈസ് ടു log x ആരാ? x. e റൈസ് ടു log x ആരാണ്? ഈ കിട്ടിയതിന് എന്തോ ഒരു പേര് വിളിക്കുമല്ലോ, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. അടുത്തത് solution is y into e raised to integral pdx is equal to integral q e raised to integral pdx dx dx plus c. So y into e raised to integral pdx ആരാ? x equal integral q ആരാ? x² into e raised to integral pdx x dx plus c. yx എന്ന് വെച്ചാൽ xy equal integral x² into x x³ dx plus c. അപ്പോൾ xy is equal to what is integral x³ dx? x raised to 4/4 plus c, comma which is the required general solution. Doubt Mario? Okay. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത്? 16. ആ 1 വേർഡ് ക്വസ്റ്റ്യൻ പഠിച്ചോണം. ഇന്നത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് 1 മാർക്കിന് അല്ലെങ്കിൽ ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓർഡറും ഡിഗ്രിയും കണ്ടുപിടിക്കുക. ഓർഡറും ഡിഗ്രിയും കണ്ടുപിടിക്കാൻ അറിയാമോ? ഓർഡറും ഡിഗ്രിയും കണ്ടുപിടിക്കാൻ അറിയാമോ? അറിയാമെങ്കിൽ അറിയാം, അറിയാമെങ്കിൽ അറിയാൻ വയ്യ. ഓർഡറും ഡിഗ്രിയും കണ്ടുപിടിക്കാൻ അറിയാമോ? ഇല്ല. ആ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തിരിക്കുകയും തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ അങ്ങോട്ട് എടുത്തെഴുതുക. എഴുതിയോ? എന്താ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ds by dt the whole raised to 4 ds by dt the whole raised to 4 plus 3s into d square s by dt square equal to 0. ഇതിന്റെ ഓർഡർ എഴുതണം, ഡിഗ്രി എഴുതണം. നോക്കാം, ഇവിടെ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ആരൊക്കെയാ? ds by dt d square s by dt. അതിലെ വലുതാരാ? d square s by dt square. അതിനെയല്ലേ നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അവിടെ തന്നെ ഒരു ചോദ്യത്തിന് ഉത്തരവുണ്ട്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പൊ ഓർഡർ എത്ര? 2. അപ്പൊ എഴുതുക ഓർഡർ 2. ഇനി ഓർഡർ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നയാളിന്റെ പവറിനെ വിളിക്കുന്ന പേരാണ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ അയാളെ ഒരു ബ്രാക്കറ്റിൽ ഇട്ടിട്ട് ബ്രാക്കറ്റിന് വെളിയിൽ എന്തെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? എന്ത്? ഡിഗ്രി. അപ്പൊ ഇവിടുത്തെ ഡിഗ്രി എത്ര? 2. അപ്പൊ ഓർഡർ 2, ഡിഗ്രി 2. ഈ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ ഡി സ്ക്വയറിന്റെ 2 അല്ല, അതിനെ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് വെളിയിൽ എഴുതിയേക്കുന്ന 2നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എന്ത് വിളിക്കുന്നത്? ഡിഗ്രി. ഇവിടെ ഇപ്പൊ 3 ആയിരുന്നെങ്കിലോ 3.
ഡിഗ്രി 3. ഓർഡർ ഡിഗ്രി മനസ്സിലായോ എല്ലാവർക്കും? സാർ ഓർഡർ ഒന്നുകൂടെ പറയാം. ഒന്നുകൂടെ ഉള്ളൂ. ഡെറിവേറ്റീവ്സ് ആരൊക്കെയാ? ds/dt-യും d²s/dt. അതിലെ വലുതാരാ? d²s. d²s/dt². dt² അല്ലേ? അതെ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. എന്താ വിളിക്കുന്നേ? സെക്കൻഡ് ഓർഡർ. അപ്പൊ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എത്ര? 2. ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ. ഓക്കെ, ശരി. ഇനി അതിന്റെ രണ്ടാമത്തെ ഡിഗ്രി സോറി, ഇവിടെ വെളിയിൽ സ്ക്വയർ ഇല്ല. d²s/dt² ഇല്ലയോ? ബ്രാക്കറ്റ് വെളിയിൽ നമ്പർ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിഗ്രി 1 ആണ്. അതിന് വെളിയിൽ നമ്പർ ഒന്നും ഇല്ല എങ്കിൽ ഡിഗ്രി എത്രയാണ്? 1. ഓക്കെ, ശരി. അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടോ? എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? Find the general solution of the equation dy/dx is equal to 1 plus y² divided by 1 plus x². ഏത് ചാപ്റ്ററിനുള്ള ചോദ്യം? ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നോക്കാം. ഞാനേ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ ഞാൻ തന്നെ ടേമുകളെ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നു. dy/1 plus y² equal dx/1 plus x². ഇങ്ങനെ എഴുതാൻ പറ്റുമോ ഇവരെ? ഈ രണ്ട് ടേമുകളെ തമ്മിൽ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്താൽ മതി. പരസ്പരം മാറ്റിയാൽ ഇങ്ങനെ കിട്ടുമോ? ഇനി നിങ്ങൾ നോക്കിക്കേ. dy-യുടെ കൂടെ ഉള്ളത് y-യിലുള്ള ടേമും dx-ന്റെ കൂടെ ഉള്ളത് ടേം. ഇങ്ങനെ ആകുമ്പോൾ ഇതിന് പറയുന്ന പേരാണ് പറയാവോ? കോമായിട്ട് എഴുതുക. വിച്ച് ഈസ് ഇൻ ദ ഫോം ഓഫ് വേരിയബിൾ സെപ്പറബിൾ. വിച്ച് ഈസ് ഇൻ ദ ഫോം ഓഫ് വേരിയബിൾ സെപ്പറബിൾ. എന്ത് ഫോമിലാണ്? എന്ത് ഫോമിലാണ്? അങ്ങനെ വേരിയബിൾ സെപ്പറബിൾ ഫോം ആണെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താണെന്ന് അറിയാമോ? ഇന്റഗ്രേറ്റിംഗ്. സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള മാർഗം എന്തുവാ? അപ്പൊ നമ്മള് ഇവരെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാം. ഇന്റഗ്രൽ dy divided by 1 plus y² equal ഇന്റഗ്രൽ dx divided by 1 plus x². ആണോ? ഇന്റഗ്രൽ dy divided by 1 plus y² ആരാ? tan inverse y equal ഇന്റഗ്രൽ 1/1 plus x² dx ആരാ? tan inverse x plus c, which is the required general solution. ഈ c ഉള്ള ഉത്തരത്തിന് പറയുന്ന പേരാണ് എന്ത്? ജനറൽ സൊല്യൂഷൻ. ഇത്രയും ഓക്കെ ആയോ? ഇനി അപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കഴിഞ്ഞു. ഇനിയത്തെ ചാപ്റ്റർ ഏതായിരുന്നു? ഇനിയത്തെ ചാപ്റ്റർ ഏതായിരുന്നു? വെക്ടർ ഓൾജിബ്രയ്ക്കകത്ത് ആരുടെ വെക്ടർ ഓൾജിബ്രയ്ക്കകത്ത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നോ? ഉണ്ട്. ഏതാ? 8. എട്ടാമത്തെ ചോദ്യത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാ ക്രോസ് പ്രോഡക്റ്റ്. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരമായല്ലോ. 7ാമത്തേതും വെക്ടർ ഓൾജിബ്ര എന്നുണ്ട്. അത് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു. ശരിയോ? ഒരു വെക്ടർ തന്നിട്ട് അതിൻ്റെ അതേ ഡയറക്ഷനിൽ പോകുകയും എന്നാൽ മാഗ്നിറ്റ്യൂഡ് 7 ഉള്ളതുമായ വെക്ടർ കണ്ടുപിടിക്കുക. എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? ആദ്യം ഈ തന്നിരിക്കുന്ന വെക്ടറിന്റെ അതേ ഡയറക്ഷനിൽ പോകുന്ന യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ. എന്നിട്ട് ആ കിട്ടുന്ന ഉത്തരത്തിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം?
അപ്പോൾ എല്ലാ ക്വസ്റ്റിൻ്റെ ആൻസർ ആയല്ലോ. ആ സർ. ഒരു സെക്കൻഡ് നിങ്ങളുടെ അറ്റൻഡൻസ് കൂടെ എടുത്തിട്ട് നിങ്ങളെ ലെഫ്റ്റ് ആക്കാം.